ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പലതരം കൊണ്ടാട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പാവയ്ക്ക കൊണ്ടാട്ടം, അരി കൊണ്ടാട്ടം, മുളക് കൊണ്ടാട്ടം, പിന്നെ പച്ചക്കറികൾ വെച്ച് പലതരം കൊണ്ടാട്ടങ്ങൾ നമുക്ക് ചെയ്യാം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വാഴപ്പിണ്ടി കൊണ്ടാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ഇതല്ല, നോട്ടക്കുറവ് കൊണ്ട് ശോഷിച്ചു പോയ ഒരു വാഴയുടെ പിണ്ടിയാണ് എനിക്കിന്ന് കിട്ടിയത്. എന്തായാലും കുഴപ്പമില്ല, പിണ്ടിയല്ലേ. നമുക്കിത് കുനുകുനെ അരിഞ്ഞെടുക്കണം. ചോപ്പറുള്ളവർ ചോപ്പറിൽ വെച്ച് അരിഞ്ഞെടുത്താലും മതി കേട്ടോ. ഞാൻ എൻ്റെ ചോപ്പർ കേടായി പോയി, അപ്പോൾ അതുകൊണ്ട് ഞാനിത് കൈകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക്. ഓക്കെ, പിണ്ടി നമുക്കിങ്ങനെ നൈസായിട്ട് വട്ടം അരിഞ്ഞ് അതിൻ്റെ ആ നാരൊക്കെ കളയണം. അതിപ്പോൾ അതിന് നമ്മളിങ്ങനെ ആദ്യം വട്ടം ഇങ്ങനെ അരിഞ്ഞിട്ട് കൈ കൊണ്ട് ചിരിച്ചെടുത്താൽ മതി. വെള്ളത്തിലേക്ക് ഇടണം, അല്ലെങ്കിൽ കറുത്ത് പോവേ. ഒരു മെനക്കെട്ട പണിയായതുകൊണ്ട് ആരും ഇത് തുനിയാറില്ല. പക്ഷേ വർഷങ്ങളോളം നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. നല്ല വേനൽക്കാലത്ത് ഇതുണ്ടാക്കി വെച്ചാൽ മഴക്കാലത്തൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇത് പൊരിച്ച് കൊടുക്കാം. നല്ല രുചിയാണ് കേട്ടോ അതിന്. ഞാൻ നല്ല രുചിയാണെന്ന് പറഞ്ഞ് ചെയ്യുന്ന റെസിപ്പിയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടോ? എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ വെറുതെ പറയുകയല്ല, എല്ലാം നല്ല വളരെ രുചിയുള്ള റെസിപ്പികളാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇത് കളയുന്നത് ഇച്ചിരി പണിയാണ്. നല്ല സാരമില്ല, നല്ല ഗുണമുള്ള സാധനമല്ലേ. നമുക്കിതെല്ലാം ഇങ്ങനെ വട്ടം അരിഞ്ഞെടുത്തിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ആദ്യം നമ്മളിങ്ങനെ വട്ടം കട്ട് ചെയ്ത് ഇതിൻ്റെ നാരെല്ലാം വലിച്ച് കളഞ്ഞിട്ട് നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിൽ നിന്ന് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഇങ്ങനെ പൊടിയായിട്ട് ഇത് വാഴപ്പിണ്ടിയെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ നാര്, ബാക്കിയുള്ള നാര് കൂടി വേണമെങ്കിൽ ചിറ്റിച്ച് കളയാം. കോർക്കൊണ്ട് ചുറ്റിക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. അത് നമുക്ക് വേറൊരു വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നാര് ഉണ്ടായിരുന്നത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതിൽ നിന്ന് കുറച്ചും കൂടിയൊക്കെ നമുക്ക് എടുക്കാം. ക്ലീൻ ചെയ്യുന്നത് ഒരു പണിയാണ്. എന്താ പിണ്ടി കിട്ടിയപ്പോൾ തന്നെ ഞാൻ രാവിലെ 2 കപ്പ് അരി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ടാൽ മതി. നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അരയ്ക്കും. 2 കപ്പ് അരി കുതിർത്തി അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമുക്ക് ഈ പിണ്ടി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു വാഴയുടെ പിണ്ടിക്ക് 2 കപ്പ് അരി മതിയാവും. 2 കപ്പ് അരിക്ക് 8 കപ്പ് പിണ്ടി എന്നാണ് പറയുന്നത്. നമുക്ക് പിണ്ടി ഇട്ട് കൊടുത്തു. അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് അല്പം കുറച്ചിട്ടാൽ മതി. പിന്നെ മുളക് പൊടി, കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ നമ്മൾ അധികം മുളക് ചേർക്കണ്ട. ഈ സ്പൂണിന് ഒരു 3 സ്പൂൺ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടി ഏകദേശം 2 ടീസ്പൂൺ ഉണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് വെള്ളമാണ്. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് കലക്കി അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കണം. ഇപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട്. നല്ലോണം വെള്ളമൊഴിച്ച് വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ 2 കപ്പ് അരി കുതിർത്തി അരച്ചെടുത്തതിലേക്ക് വാഴപ്പിണ്ടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ്, എള്ള്, ഇത്രയും സാധനങ്ങളിട്ട് കലക്കി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കലക്കി നമ്മൾ അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ നമുക്കിത് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കാം. ഇത് കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. നമ്മൾ കപ്പി കാച്ചുന്നത് പോലെയാണ്. അപ്പത്തിനൊക്കെ കപ്പി കാച്ചുന്നത് പോലെ ഒരു അരിപ്പൊടിയല്ലേ, നമ്മൾ അടുക്കി പിടിക്കാണ്ട് ഇളക്കി കുറുക്കിയെടുക്കാം. ഈ പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നാളെ രാവിലെ ആകുമ്പോൾ ഇച്ചിരി തിക്കായിക്കോളും. തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ ഇന്നലെ രാത്രി ചെയ്ത് വെച്ച മാവ് നല്ല തിക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് ഉണക്കിയെടുക്കണം.
ചെറുതായിട്ട് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം കുറച്ച് മാവെടുത്ത് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് പോയി. ഇത് കയ്യിൽ പിടിക്കാൻ ഭയങ്കര വെയിറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് മാവ് എടുത്തുകൊണ്ട് പോയി നമുക്ക് വെയിലത്തുകൊണ്ട് പോയി ഉണക്കാം. ഇതാ നമുക്ക് ഉണക്കണം എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതാ ഞാനിവിടെ ഈ തുണിയുടെ പുറത്താണ് ഇത് ഉണക്കാനായിട്ട് വെക്കുന്നത്. ഇത് തുണിയൊന്ന് നനച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് വിട്ടു പോരാനായിട്ട് ഇച്ചിരി പാടായിരിക്കും ഉണങ്ങി കഴിയുമ്പോൾ. നമ്മുടെ കൈയൊന്ന് നനച്ചിട്ട് ഇങ്ങനെ എടുത്ത് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ഇങ്ങനെ തുണി വയ്ക്കും. ഇടയ്ക്കിടയ്ക്ക് കൈയൊന്ന് നനച്ചു കൊടുക്കും. ഇത് ഉണങ്ങി കഴിയുമ്പോൾ കൊണ്ടാട്ടം റെഡിയാകും. ഇതെല്ലാം ഇങ്ങനെ ഞാൻ കിള്ളി വെച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. കുറേ സമയം എടുക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മുടെ കൊണ്ടാട്ടം എല്ലാം ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 ദിവസം നമ്മൾ നല്ല വെയിലുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടും. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഉണക്കി കഴിഞ്ഞ് നിങ്ങളെല്ലാവരെയും കാണിക്കാം. ഓക്കെ, ഇത് കൊണ്ടാട്ടം 2ാമത്തെ ദിവസവും വെയിലത്ത് വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ഉണങ്ങിക്കോളും. അപ്പോൾ നമ്മുടെ കൊണ്ടാട്ടം ഉണങ്ങിയിട്ടുണ്ട്. അത് നമ്മളെങ്ങനെയാണ് ഇതിൽ നിന്ന് എടുക്കുന്നതെന്ന് കാണിക്കാം. ഇത് കണ്ട, ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കൈകൊണ്ട് പയ്യെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാം നമുക്ക്. ഇനി അഥവാ പോരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുറകിൽ ഇച്ചിരി വെള്ളം തളിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഉണക്കിയെടുത്താൽ മതിയാകും. ഇതാ നമ്മുടെ പിണ്ടി കൊണ്ടാട്ടം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് പൊരിക്കാം. ഇപ്പം പൊരിക്കണ എങ്ങനെയെന്ന് ഞാൻ കാണിക്കാം. ബാക്കി നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് കുറേശ്ശെ ഉപയോഗിക്കാം. ഇത് വർഷങ്ങളോളം നമുക്ക് കേടാകാതെ ഇരിക്കും. എയർ ടൈറ്റ് ടിന്നിൽ ആക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു പിടിയെടുത്ത് പൊരിക്കാം. എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്ക് കുറച്ചുകൂടി ചൂടാകാനുണ്ട്. ഇത് മൊരിഞ്ഞ് വരുമ്പോൾ നല്ല വെളുത്ത് വരും. അത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇത് എടുക്കാവുള്ളൂ. കണ്ട, വെളുത്ത് തന്നെ ഉണ്ട്. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ബാക്കി ഒരു പിടി കൂടി ഇട്ടാം. കായം പൊരിക്കുന്നത് പോലെയാണ്. എന്താ എല്ലായിടവും നല്ല വെളുത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ കോരി എടുക്കാവുള്ളൂ. തീത്തിരി കുറച്ച് വയ്ക്കണം. മതിയാവും. കരിഞ്ഞു പോകരുത് കേട്ടോ. കരിഞ്ഞു പോകാതെ നമ്മൾ കോരി എടുക്കാം. രണ്ട് മൂന്ന് പേർക്ക് ഇത്രയും മതിയാവും. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പി. പിന്നെ ചിപ്സ് കഴിക്കുന്ന പോലെ കഴിച്ചോണ്ടിരിക്കുക. അപ്പോൾ പറമ്പിൽ വെറുതെ കളയുന്ന പിണ്ടി കൊണ്ട് വളരെ രുചികരമായ ഒരു കൊണ്ടാട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇച്ചിരി മെനക്കെട്ട പണിയാണെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെച്ച് കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഇച്ചിരി മോരിൻ്റെ കൂടെയോ ഇച്ചിരി സാമ്പാറോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഒരു ചാറുകറിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കൊണ്ടാട്ടമാണിത്. നിങ്ങളെല്ലാവരും വീട്ടിലെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഉണ്ടാക്കിയാൽ ആർക്കും അധികം കഷ്ടപ്പാടില്ലാണ്ട് ചെയ്തെടുക്കാം. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.